കുട്ടികൾ 2 പേര് ശിഷ്യന്മാർ, 10-12 കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളോട് രാമായണ കഥ പാടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അവരത് പാടി നടക്കും. എല്ലാ ദിക്കിലും പാടണം നമുക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊട്ടാരത്തിൻ്റെ രാജവീഥി കൂടി പാടി നടക്കുമ്പോൾ രാമൻ ഇത് കേട്ട് കുട്ടികളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി പാടിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പം അവർ പാടി കേൾക്കണം, അവരുടെ വായിൽ കൂടി കേൾക്കണം കഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണത്. മനസ്സിലാവില്ലേ പറഞ്ഞതൊക്കെ? അപ്പം ഈ കഥ ഇങ്ങനെ പാടി കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമൻ ഇങ്ങനെ കുട്ടികളെ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? രാജലക്ഷണമുള്ള കുട്ടികളാണല്ലോ ഇത്. എന്ത് ലക്ഷണം? രാജകുമാര ലക്ഷണമുള്ള കുട്ടികൾക്ക്, ബ്രാഹ്മണ ലക്ഷണമല്ലല്ലോ എന്ന് പറഞ്ഞതും. അപ്പം എല്ലാവരും ലക്ഷ്മണനാണെങ്കിൽ ഇല്ലേ, ലക്ഷ്മണനും ഭരതനും ഒക്കെ എന്താ ചെയ്തത്? ലക്ഷ്മണനൊക്കെ കുട്ടികളെ ഇങ്ങനെ നോക്കണോ? രാജാവിൻ്റെ അതേ ആകൃതി, അതേ പ്രകൃതി, അതേ ഛായ ആർക്ക്? ഈ കുട്ടികൾക്ക്. ഭരതനും നോക്കണു ഇതേ അർത്ഥം. അല്ലെ, ലക്ഷ്മണനും നോക്കണുണ്ട് ഈ അർത്ഥത്തിൽ, ഭരതനും നോക്കണുണ്ട്. രാമന് പിന്നെ രണ്ടാളെയും കൂടി നോക്കാൻ പറ്റില്ലല്ലോ. എന്താ കാരണം? അത് വയ്യല്ലോ. അതുകൊണ്ട് രാമൻ കുട്ടികളുടെ ആ രാജ്യലക്ഷണം നോക്കിയിരിക്കുകയാണ്. ഭരതനും ഉണ്ട്, ലക്ഷ്മണനും ഉണ്ട്. എന്താ ഈ ഒരു എന്താ ശത്രുഘ്നൻ മാത്രം ഒരു പരിഭ്രമവും ഇല്ല. ശത്രുഘ്നൻ ഒരു പരിഭ്രമം. ശത്രുഘ്നൻ ഇങ്ങനെ പാട്ട് മാത്രം ആസ്വദിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ നോക്കണോ? കുട്ടികളെ നോക്കണമൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ ഇങ്ങനെ നോക്കണില്ല. അവരിങ്ങനെ നല്ല പാട്ട് എന്നുള്ള മട്ടില്ല. ഇതിലൊന്നും ബന്ധമില്ല. നമ്മൾ പറഞ്ഞില്ലേ അതെന്താ അപ്പോൾ അതങ്ങനെ? എന്തെങ്കിലും ആവട്ടെ, നോക്കാം. എന്തെങ്കിലും ആവട്ടെ, ശ്രദ്ധിക്കണം കേട്ടോ കഥകളൊക്കെ. ഇവിടെ എന്തുണ്ടായേ ചോദിച്ചാൽ, വാൽമീകി ആശ്രമത്തിൽ സീതാദേവി കഴിച്ചു കൂട്ടുന്ന കാലത്ത് ശ്രീരാമൻ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിയില്ലേ. കാലം കുറെ കഴിഞ്ഞു, കഷ്ടമൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ലേശം വിഷമാണ്. അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം ഇവിടെ എന്താ ഇപ്പം പ്രത്യേകമായിട്ട് പറയാൻ ചോദിച്ചാൽ, ഭാർഗവച്യവനാദികളായ മഹർഷിമാർ രാമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രീരാമചന്ദ്രസ്വാമി അങ്ങനെ ഞങ്ങളെ ഒന്ന് കണക്കാക്കണം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ലവണാസുരൻ എന്ന പേരായിട്ട് ഒരു അസുരനെ കൊണ്ട് വലിയ വിഷമുണ്ട്. ലവണാസുരൻ എന്നാ പേര്. അപ്പം ഇവൻ്റെ ഈ ദുരിതം ഒന്ന് തീർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം ലവണാസുരൻ്റെ ദുരിതത്തിൽ എന്നും പറഞ്ഞു. ആയിക്കോട്ടെ, വേണ്ടത് ചെയ്യുക എന്നും പറഞ്ഞു. രാജാവിനോടാണല്ലോ നമ്മൾ പരാതി പറയുക. രാജാവിനോട് പരാതി പറഞ്ഞു. അപ്പം രാമൻ എന്താ ചെയ്തു വെച്ചാൽ, അനിയന്മാരെ 3 വരുത്തി, ഭരതനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയൊക്കെ അടുത്തേക്ക് വരുത്തി. എന്നിട്ട് പറയുകയും ചെയ്തു, അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തും, ഞാൻ എന്തായാലും ലവണാസുരനെ കൊന്നിട്ടേ രാജ്യം രക്ഷിച്ചിട്ട് ആളുകളെയൊക്കെ പരിപാലിച്ചിട്ട് വരാമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ മറുപടി ആയിട്ട് ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഇനി പോകാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞയക്കില്ല. എന്താ കാരണം? അനവധി കാലമായിട്ട് രാക്ഷസന്മാരൊക്കെ നിഗ്രഹിച്ച് കാട്ടിൽ നരകിച്ച് എത്ര കാലമായി ഇങ്ങനെ കഷ്ടത്തിലായിട്ട് കഴിയണു. ഇന്ന് ഇന്നലെയും തുടങ്ങിയതാ, 10-14 കൊല്ലം നരകിച്ച് കഴിച്ചതാ. അപ്പം അതുകൊണ്ട് എന്ത് വേണ്ട, ജ്യേഷ്ഠൻ ഇനിയിപ്പോൾ ഒരു ദിക്കിലേക്കും പോവില്ല, ഞാനാണ് പോവുക. ആര് പറഞ്ഞു? ഭരതൻ പറഞ്ഞു. ഭരതൻ പോവാൻ തയ്യ, ഞാനാണ് ലവണാസുരൻ്റെ കാര്യത്തിന് ഞാനാണ് പോണതെന്നും പറഞ്ഞു. അപ്പം ലവണാസുരവധത്തിനും രാജ്യരക്ഷയ്ക്ക് ഞാനാണ് പോണതെന്ന് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഏയ് ഭരതേട്ടൻ പോകാൻ പാടില്ല. നിങ്ങൾ രണ്ടാളും ഏട്ടൻ കാട്ടിലും ഭരതേട്ടൻ നാട്ടിലും നരകിച്ച് കഷ്ടത്തിലായവരാണ്. ഞാനത്ര നരകിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനാണ് എന്തിനു പോവുക? ലവണാസുരനെ കൊന്ന് രാജ്യം രക്ഷിക്കാൻ പോവുക. അതുകൊണ്ട് എനിക്ക് അനുവാദം തരണം, ഒരു അവസരം തരണം എന്ന് ലക്ഷ്മണൻ തൊഴുതു. അപ്പം ഇത് കേട്ടപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, നിങ്ങൾ 3 പോവില്ല, ഞാനാ പോവുക എന്നും പറഞ്ഞു. എന്താ കാരണം? അതായത് ലക്ഷ്മണനൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ട് കാട്ടിൽ രാമേട്ടൻ്റെ കൂടെ ആ കല്ലിലും മണ്ണിലും രാവണൻ്റെ കൊട്ടാരത്തിലും അവിടെയും ഇവിടെയൊക്കെ എത്ര നരകിച്ചതാണ്. ഈ എപ്പോഴെങ്കിലും ഒരു സുഖവും സംതൃപ്തിയും സമാധാനമൊക്കെ ജീവിതത്തിൽ വേണ്ട, എന്നും നരകിച്ചാൽ മതിയോ? ഞാൻ പിന്നെ ഇവിടെ എത്ര നരകിച്ചിട്ടൊന്നുമില്ല. ഭരതേട്ടൻ്റെ കൂടെ ഇങ്ങനെ നാട്ടിലിങ്ങനെ കുറേ വലിയ നരകമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് ലവണാസുര വധത്തിന് പോകാനുള്ള അനുഗ്രഹം തരണം. തരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മുഷിയും. അപ്പം ഇത് കേട്ടപ്പോൾ രാമന് തോന്നി ആ കുട്ടിയുടെ ഒരു സ്നേഹം എന്തല്ലേ ആ പറയുന്നതിൻ്റെ ഒരു അനിയന്മാരുടെയൊക്കെ ഒരു വല്ലാത്തൊരു സ്നേഹം. അപ്പോൾ രാമൻ പറഞ്ഞു, ഭരത നിന്ദിക്കരുത്. അങ്ങനെ ഒരു ഉണ്ണി ഇങ്ങനെ കാര്യമായിട്ടൊരു സംഗതി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. എന്നായിക്കോട്ടെ ശത്രുഘ്ന, അങ്ങനെ ശത്രുഘ്നെയാണ് എല്ലാവരും കൂടി എന്തിനു നിയോഗിച്ചത്? ലവണാസുരവധം. ശത്രുഘ്നന് വലിയ സന്തോഷമായി. ശത്രുഘ്നൻ പട്ടാളക്കാരും പടയൊക്കെ ആയിട്ട് എങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എന്താ ഏട്ടൻ പറഞ്ഞത്? അവിടെ ചെന്ന് ലവണാസുരനെ കൊന്ന് ആ ആസുരീയമായ സമ്പ്രദായങ്ങൾ മതിയാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു പട്ടണം പണിത് അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് അവിടെ ഇരുന്ന് ഭരിക്കണം. അപ്പോൾ പട്ടണം പണിയണമെങ്കിൽ എന്തൊക്കെ വേണം? ആശാരി വേണം, കൊല്ലൻ വേണം, തട്ടാൻ വേണം, വലജാതി മൂശാരി വേണം, പലതരം ആൾക്കാരും വേണ്ടേ, പല വസ്ത്രം നെയ്യണവർ വേണം, പണിക്കാർ. എല്ലാവരും ആരുടെ കൂടെ പറഞ്ഞയച്ചു?
ശത്രുഘ്നൻ വലിയൊരു സൈനിക സന്നാഹമായിട്ട് എങ്ങോട്ട് പുറപ്പെട്ടു? നേരെ കുറെ കാലമായിട്ട് അങ്ങോട്ട് അവിടെ ചെന്നിട്ട് കുറച്ചു കാലം അവിടെ ഭരിക്കുകയൊക്കെ വേണമല്ലോ. അങ്ങനെ ശത്രുഘ്നൻ നേരെ അങ്ങോട്ട് ലവണാസുര വധത്തിനായിട്ട് പോവുകയും ചെയ്തു. ലവണാസുര വധത്തിന് പോണ സമയത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കാട്ടിക്ക് പോവും. ഈ മധുര എന്ന് പറഞ്ഞ സ്ഥലമാണ് ലവണാസുരൻ്റെ സ്ഥലം. ഇന്ന് മധുര എന്ന് അതിൻ്റെ പേര്. അവിടേക്ക് പോകുമ്പം പോണ വഴിയിൽ കുറെ ദൂരണ്ടേ. അപ്പം അന്ന് രാത്രി സമയത്ത് ഇവർ പോന്ന് ചെന്ന് എത്തിപ്പെട്ടത് വാൽമീകി ആശ്രമത്തിലാണ് എത്തിപ്പെട്ടത്. വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിപ്പെട്ട സമയത്ത് ഈ ശത്രുഘ്നനും പട്ടാളക്കാരും പടയും എല്ലാവരും ഉണ്ടല്ലോ. അവരന്ന് എന്ത് ചെയ്തു? വാൽമീകി വലിയൊരു ബന്ധുവാണ്, വലിയൊരു മഹാത്മാവല്ലേ. വാൽമീകിയെ നമസ്കരിച്ചു. അപ്പോൾ വാൽമീകി പറഞ്ഞു, ഉണ്ണിയെ ഒരു കാര്യം ചെയ്യും, ഇന്നിനിപ്പോൾ രാത്രി ഇവിടുന്ന് പോകണ്ട, അവിടെ താമസിച്ചോളൂ, രാവിലെ പോവാമെന്നും പറഞ്ഞു. മഹർഷി പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ശരി, ഇന്ന് അവിടെ ആവട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? അന്ന് രാത്രി വാൽമീകി ആശ്രമത്തിൽ താമസിച്ചു. ആര്? ഭരതൻ ശത്രുഘ്നനും ഭരതൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നടക്കുന്ന ആളാണ്. ആര്? ഈ ശത്രുഘ്നാണ് ഒറ്റയ്ക്ക് എവിടേക്ക് പോണത്. ആ ശത്രുഘ്നൻ അന്ന് വാൽമീകി ആശ്രമത്തിൽ താമസിച്ചു. പട്ടാളക്കാരും പടയൊക്കെ അവരൊക്കെ പിന്നെ പുറത്തായിരിക്കും. ഇദ്ദേഹം പിന്നെ ഈ ആശ്രമത്തിൻ്റെ ഉള്ളിലാണ് അന്ന് താമസിച്ചത്. അങ്ങനെ അന്ന് താമസിച്ച് പിറ്റേന്നാൾ പോവാനായിട്ട് പുറപ്പെടാൻ ഒരുങ്ങി താമസിച്ചതാണ്. അന്ന് അർദ്ധരാത്രി സമയമായപ്പം നല്ല പാതിര സമയത്താണ് വാൽമീകി വന്ന് വിളിച്ചോണർത്തി. ചെന്ത മഹർഷിയെ ചോദിച്ചു, ഒരു സംഗതി ഉണ്ടായി, എന്താണെന്നറിയൂ? സീതാദേവി പ്രസവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ ശത്രുഘ്നൻ കേട്ടിട്ട് ഉവ്വ ചോദിച്ചു. ഉവ്വ എന്നും പറഞ്ഞു. അപ്പോൾ ഓടി വന്ന് ശത്രുഘ്നൻ എന്ത് ചെയ്തു? ഒരൊറ്റ നമസ്കാരം. ആരെയും? സീതയെ. എന്നിട്ട് പറഞ്ഞു, ദിഷ്ടിയ അമ്മേ ഭാഗ്യം എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്മേ ഭാഗ്യം. ഏടത്തെ നമ്മൾ വലിയൊരു പുണ്യല്ലേ ഇപ്പം ഉണ്ടായത്, ഭാഗ്യൈ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ച ഭാഗ്യൈ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഉണ്ണികളെ, ഇരട്ട കുട്ടികളെയാണ് ആര് പെറ്റത്? ഇദ്ദേഹം ഈ സീതാദേവി പെറ്റതേ. രണ്ട് ഉണ്ണികളുണ്ട്. അവർ രണ്ട് ഉണ്ണികളെ പെറ്റ സമയത്ത് മഹർഷി എന്ത് ചെയ്തു? ഉണ്ണികളൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് ജാതകർമ്മം, നാമകരണം എന്നൊക്കെ ചെയ്യേണ്ടത്, ജാതകർമ്മക്രിയൊക്കെ ചെയ്തു. നാമകരണം പേരിടാനായിട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ഈ പിന്നെ ദർഭ ഉണ്ടല്ലോ, ദർഭ മനസ്സിലെ ദർഭ പുല്ല്, ഈ പുല്ല് കൊണ്ടുവന്നിട്ട് ജപിച്ചിട്ട് പുല്ലിൻ്റെ അറ്റം കൊണ്ട് എന്ത് ചെയ്തു? പുല്ലിൻ്റെ ആ കൂർത്ത ഭാഗമില്ലേ, അറ്റം കൊണ്ട് ആ കുട്ടിയെ ഇങ്ങനെ തടവി, മന്ത്രപൂർവ്വം തടവി. നമ്മൾ ഈ മന്ത്രം ജപിച്ച് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ഈ ദർഭയാണ് കൂടെ പിടിക്കുക. ദർഭ പുല്ല്, മനസ്സിലായി പുല്ല്. അപ്പോൾ ഈ ദർഭ കൊണ്ട് ഇങ്ങനെ അറ്റം കൊണ്ട് തടവിയിട്ട് ആ കുട്ടി എന്ത് വിളിച്ചു? ഈ ദർഭയുടെ അറ്റം കൊണ്ട് തടവി വന്ന ഉണ്ണി ആയതുകൊണ്ട് അതിന് കുശൻ എന്ന് പേരിട്ടു. കുശം ചൽ ദർഭ, കുശൻ, കുശകുമാരൻ അതിന് പേരിട്ട്. പിന്നെ മറ്റേ ഉണ്ണി ഉണ്ടല്ലോ, രണ്ടെണ്ണം ഇല്ലേ, രണ്ടെണ്ണം. അതിൽ രണ്ടാമത്തേതിന് മറ്റേ പെറ്റതിന് എന്തേ ചെയ്തു വെച്ചാൽ ഈ ദർഭ അതിനെ അരിഞ്ഞെടുക്കുമ്പം അതിൻ്റെ ഒരു കടയുണ്ടാവില്ലേ, മുറിച്ച ഭാഗം. ഈ മുറിച്ച ഭാഗം കൊണ്ടാണ് മറ്റേതിനെ തടവിയത്. അപ്പം അതിനെന്ത് പേരിട്ടു? ഈ ദർഭ ലവനം ചെയ്ത ഭാഗം, ലവനം ചെയ്യുക, മുറിക്കുക, ലവനം ചെയ്ത ഭാഗം കൊണ്ട് തടവിയതുകൊണ്ട് ഈ കുമാരന് ലവൻ എന്നും പേരിട്ടു. ഇങ്ങനെയാണ് കുശൻ ലവൻ എന്ന് പേരിട്ടത്. അതായത് ഈ സമയത്തൊക്കെ ആരവിടെ ഉണ്ട്? യാമേവരാത്രിം ശത്രുഘ്ന പർണശാലാമുപാവിശൽ താമേവരാത്രിം സീതാപി പ്രസൂതാദാരകദ്വയം. ഏതൊരു രാത്രിയിലാണോ ശത്രുഘ്നൻ ആശ്രമത്തിൽ നിന്ന് വിശ്രമിച്ചത്, അന്നാണ് സീതാദേവി രണ്ട് കുട്ടികളെ പെറ്റത്. അപ്പോൾ പർണശാലയിൽ ചെന്നിട്ട് നമസ്കരിച്ചിട്ട് ഈ ശത്രുഘ്നൻ പറഞ്ഞത് ഗത്വാ, അവിടെ ചെന്നിട്ട് മാതർ ദിഷ്ടിയേതി ചബ്രവീൽ, അമ്മേ ഭാഗ്യായി എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആര് പോയി? പോയി ശത്രുഘ്നൻ മധുരയ്ക്ക് പോയില്ലോ, ലവണാസുരൻ്റെ അടുത്തേക്ക് പോയില്ലേ. പിറ്റേന്ന് ലവണാസുരനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പോന്നു. അവിടെ ചെന്നു. ലവണാസുരനും ശത്രുഘ്നും കൂടി വലിയ യുദ്ധം ഉണ്ടായത്. യുദ്ധത്തിൽ ലവണാസുരനെ വധിച്ചു. ലവണാസുരനെ വധിച്ച അസുരീയമായ സമ്പ്രദായങ്ങൾ ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് ആ ലവണാസുര വധം കഴിഞ്ഞ സ്ഥലത്തിന് മധുപുരി എന്നാണ് പേര്, മധുര എന്ന് പറയും. ആ മധുരയിലൊരു പട്ടണം സ്ഥാപിച്ച് അവിടെ രാജാവായിട്ട് ആര് വാണു? ശത്രുഘ്നൻ വാണു. കാലം കുറേ വാണു. അവിടെ പട്ടണം പണിത് എല്ലാവരും ആശാരിത, എല്ലാ പണിക്കാരും, എല്ലാ എഞ്ചിനീയർമാരൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ഗംഭീരമായിട്ട് അവിടെ കൊട്ടാരങ്ങളും കെട്ടുകളൊക്കെ പണിത് വലിയ വലിയ എടുപ്പുകളൊക്കെ പണിതിട്ട് അവിടെ താമസിച്ചു. ഇവരിവിടെ ഇങ്ങനെ താമസിച്ച 1, 2, 3, 4, 5, 6, 7, 8 കൊല്ലം അല്ല, 10, 12 കൊല്ലം ആര് രാജ്യം ഭരിച്ചു? നമ്മുടെ ശത്രുഘ്നൻ മധുരയിൽ
രാജ്യം ഭരിച്ചു. ഇങ്ങനെ മധുരയിൽ രാജ്യം ഭരിച്ചിരിക്കണ കാലത്താണ് ഒരിക്കൽ എന്താ ഉണ്ടായി ചോദിച്ചാൽ, നമ്മുടെ ഈ മഹാരാജാവ് രാമൻ സീതാപരിത്യാഗമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അശ്വമേധം കഴിക്കാൻ നിരീക്ഷിച്ചു. അശ്വമേധം കഴിക്കാൻ തീരുമാനിച്ചു. അശ്വമേധം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് എല്ലാ ദിക്കിലേക്കും വിവരം അറിയിച്ചു, എല്ലാ സ്ഥലങ്ങളിലേക്കും അറിയിച്ചു. അപ്പോഴാണ് ആരെ അറിയിച്ചു? മധുരയിലെ നമ്മുടെ ശത്രുഘ്നെ അറിയിച്ചു. എന്താ കാരണം? ഉണ്ണി പോയിട്ട് കുറേ കാലമായി, കണ്ടിട്ടും കുറേ കാലമായി, ഒന്ന് കാണണമെന്ന് മോഹമുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഒന്ന് ഇങ്ങോട്ട് വരുത്തുക എന്നാൽ. അപ്പം ഈ ശത്രുഘ്നാണെങ്കിൽ ജ്യേഷ്ഠനെയും അല്ലെ തൻ്റെ സഹോദരന്മാരെയും കാണണം, കുടുംബത്ത് വരണം, അമ്മമാരെ കാണണം എന്നൊക്കെ വലിയ മോഹണ്ടേ. പക്ഷെ പറ്റണ്ടേ, ഇവിടെ ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട്. അങ്ങനെ ശത്രുഘ്നൻ ഏട്ടൻ്റെ യാഗത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് പോന്നു, അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് 12ാമത്തെ കൊല്ലം തത്തോ 12മേ വർഷേ ശത്രുഘ്നോ രാമപാലിതാം അയോധ്യാം ചക്രമേ ഗന്തും. അങ്ങനെ ഉണ്ടായത്. എന്താ? രാമൻ്റെ അയോധ്യയിലേക്ക് വരാനായിട്ട് പുറപ്പെട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി സമയമാവാറായപ്പോൾ എവിടെ എത്തി? വാൽമീകി ആശ്രമത്തിലെത്തി. ആ വഴി പോയി, ആ വഴി തന്നെ വരണമല്ലോ. വാൽമീകി ആശ്രമത്തിന് സമീപത്തെത്തിയപ്പോൾ അന്ന് രാത്രി അവിടെ താമസിച്ചു. മന്ത്രിമാരൊക്കെ ഉണ്ട് കൂടെ. മന്ത്രിമാര്, രാജാവാണല്ലോ, മന്ത്രിമാര്, പടത്തലവന്മാര്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടെ ഉണ്ട്. ഇവരിങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്ന സമയത്ത് അന്ന് അവിടെ രാത്രി അവിടെ ഉറങ്ങി വിശ്രമിച്ചു. അങ്ങനെ എന്താണ്ടായത്? മഹർഷി ഈ കുമാരനെ നല്ലോണം മൂർധാവിൽ ഉമ്മയൊക്കെ കൊടുത്ത് ശത്രുഘ്നെ സന്തോഷമായിട്ട് അവിടെ വാഴിച്ച് അന്ന് രാത്രി സഭുക്തവാൻ നരശ്രേഷ്ഠ. രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനായിട്ട് പുറപ്പെട്ട് പുല്ലുപായി വിരിച്ചിട്ട് ആശ്രമത്തിൽ കിടക്കുകയാണ്. ആര്? എത്ര വലിയ രാജാവാണെങ്കിലും ആശ്രമത്തിൽ വന്നാൽ അങ്ങനെയാണ് കിടക്കുക. അവിടെ വന്ന് കിടക്കാൻ രാത്രി ഉറങ്ങുക. അപ്പോൾ രാജാവായതുകൊണ്ട് രാജാവിൻ്റെ അടുത്ത് ആരൊക്കെ ഉണ്ടാവും? ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ ഉണ്ടാവും. സെറ്റ് കാറ്റഗറി അല്ലേ? എന്താ പട്ടാളക്കാര്, പടത്തലവന്മാർ, രാജാവിൻ്റെ മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ലേ, വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തുണ്ടാവില്ലേ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ രാജാവ് ഇങ്ങനെ ഈ ശത്രുഘ്നൻ കിടന്നുറങ്ങുന്ന സമയത്താണ് ശത്രുഘ്നൻ്റെ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നല്ല പാട്ട്, എന്ത് രസമായ പാട്ടാ രാത്രിയാകുമ്പോൾ അങ്ങനെ വരുന്നത്, എന്തൊരു മധുരതരം തന്നെ. ശുശ്രാവ രാമചരിതം തസ്മിൻ കാലേ യഥാക്രമം. രാമകഥ ഇങ്ങനെ ആ ക്രമത്തിൽ ഇങ്ങനെ പാടുന്നു. എന്തൊരു രസമായിട്ടാ പാടണേന്നറിയോ? തന്ത്രീലയ സമായുക്തം ത്രിസ്ഥാനകരണാന്വിതം സംസ്കൃതം ലക്ഷണോപേതം സമതാള സമന്വിതം. നല്ല സംസ്കൃതത്തിലെ താളവും ഈണവും ഒക്കെ നേരിയിട്ട് നല്ല ശ്രുതി തെറ്റാതെ എന്തൊരു അക്ഷരസ്ഫുടതയാ പാടുന്നതിന്. നല്ല സ്ഫുടമായിട്ട് രാമകഥ ഗംഭീരമായിട്ട് ഇങ്ങനെ പാടുക. ഈ പാട്ട് ആരെങ്ങനെ കേട്ടു? ശത്രുഘ്നൻ നല്ലോണം കേട്ടു. കേട്ട് ഒരു മയക്കത്തിൽ രസമായിട്ട് അങ്ങനെ കിടന്നു. ആരും ശത്രുഘ്നൻ അവിടെ കിടന്നു, ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഈ പാട്ട് കേട്ടപ്പോൾ കൂടെ വന്ന മന്ത്രിമാര്, പട്ടാളക്കാര്, തലവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവർ രാജാവിനെ തോണ്ടി. രാജാവേ എന്താ രാജാവേ ആ പാട്ട് നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ, ഇതെന്താ പാട്ട്? ലക്ഷ്മണൻ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അതെ, മിണ്ടാതെ കിടന്നോളൂ കേട്ടോ, ഇതേ വാൽമീകിയുടെ ആശ്രമമാണ്, ഇവിടെ ജാതി പലതും കേൾക്കും, നമ്മളിതൊന്നും അന്വേഷിക്കാൻ പുറപ്പെടണ്ട, ഉറങ്ങിക്കോളും മിണ്ടാതെ എന്നും പറഞ്ഞു. അതിനോട് പിന്നെ അവരൊന്നും ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. എന്താ മറുപടി പറഞ്ഞത്? ഇത് വാൽമീകിയുടെ ആശ്രമമാണ്, അവിടെ പലജാതി ശബ്ദമൊക്കെ കേൾക്കും, അതെന്താണ് എവിടെയാണെന്നൊന്നും ചോദിക്കാൻ നമ്മൾ പോകണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എൻ്റെ മുത്തശ്ശിയൊക്കെ പറയാറില്ലേ, ഇവിടെ എങ്ങനെ പടിഞ്ഞാറ്റിയുടെ അവിടെ ഇല്ല, അതൊക്കെ കേൾക്കും, ആ ഭഗവതിയൊക്കെ അകത്തുള്ളതാണ്, വേണ്ടാത്ത വർത്തമാനം ചോദിക്കാൻ നിൽക്കണം, മിണ്ടാടെ കിടന്നോളൂ കുട്ടികളെ, അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയും പോയി കിടന്നു, എന്തിനാ ഇവിടെ തന്നെ തെക്കിനിയിൽ ഒന്ന് കിടക്കണത് എന്നൊക്കെ കേൾക്കാൻ പേടിച്ചിട്ട് പൊക്കളൊന്ന് അകത്തേക്ക് ദുശ്ചോദ്യം ചോദിക്കുക. അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടില്ല ഈ ഭാഷ. ആ ഭാഷയിലാണ് പറഞ്ഞു, ഇത് വാൽമീകിയുടെ ആശ്രമമാണ്, അവിടെ പലജാതി ശബ്ദങ്ങൾക്കും മിണ്ടണ്ടാ കിടന്നോളൂന്ന്. അവരൊന്നും പിന്നെ മിണ്ടിയില്ല, രാജാവ് പറഞ്ഞതല്ലേ. അവർ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് എന്ത് ചെയ്തോ? വാൽമീകിയുടെ അടുത്ത് നമസ്കരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ആര് പോയി? ശത്രുഘ്നൻ പോയി. ശത്രുഘ്നൻ കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഈ യാഗം തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ ഈ മഹർഷിമാരും ഇവരൊക്കെ വന്നുല്ലോ. ഇവരൊക്കെ വന്ന മഹർഷിമാരുടെ കൂടെ ആരുണ്ട്? വാൽമീകിയുടെ കൂടെ ഉണ്ണിയാളുണ്ട്. ഉണ്ണിയാൾ എന്ത് ചെയ്യുന്നുണ്ട്? രാമകഥ പാടുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾ രാമകഥ കൊട്ടാരത്തിൽ പാടുമ്പം എല്ലാവരും ഈ കുട്ടികളെയും നോക്കി രാജാവിനെയും നോക്കി, കുട്ടികളെയും നോക്കി രാജാവിനെയും നോക്കി കൗതുകപ്പെടുമ്പം ശത്രുഘ്നൻ മാത്രം കൗതുകപ്പെട്ടില്ല, അത്ഭുതപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ രാമായണം കഥാപാട്ട് കേട്ട സമയത്ത് മിണ്ടാണ്ട കിടന്നോളോ ഒച്ചടാക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നോക്കൂ, ഈ കുട്ടിയോള് കുശനും ലവനും ആശ്രമത്തിൽ രാമകഥ പാടി 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 പഠിക്കണതാണത്. അവർ രാത്രിയും പകലൊക്കെ പാടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കില്ലേ. അതാണ് ആര് കേട്ടത്? ശത്രുഘ്നൻ കേട്ടത്. ശത്രുഘ്നനോട് മന്ത്രിമാർ ചോദിച്ചാൽ അവർക്കറിയില്ലല്ലോ അതെന്താണെന്ന്. അപ്പോൾ കുട്ടികൾക്ക് എത്ര വയസ്സുണ്ടാവും? ശത്രുഘ്നൻ അങ്ങോട്ട് പോണ ദിവസമാണ് ഈ കുട്ടികളെ പെറ്റത്. 12ാമത്തെ കൊല്ലാണ് ശത്രുഘ്നൻ തിരിച്ചു വരുന്നത്. ആ സമയത്താണ് വീണ്ടും ആശ്രമത്തിൽ താമസിച്ചത്. അന്നാണ് രാമകഥാപാട്ട് കേട്ടത്. അപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും?
12 വയസ്സ് കൃത്യമല്ലേ സംഗതി. 12 വയസ്സ്. ഇത് ശത്രുഘ്നന് അറിയാം, ഈ കുട്ടികൾ ഇത് പാടുകയാണെന്നറിയാം. പക്ഷെ ശത്രുഘ്നൻ അത് പുറത്തേക്ക് കാണിച്ചില്ല, മന്ത്രിമാരോടോ കൂടെയുള്ളവരോടോ പറഞ്ഞില്ല. എന്താ കാരണം? ഇത് നമ്മുടെ ഉണ്ണികൾ പാടുകയാണേ, സീതാദേവി ഇവിടെ ഉണ്ട് പറ്റൂ എന്നൊന്നും കൂടെയുള്ളവരോട് പറഞ്ഞ് എന്താ ചേട്ടോ ഈ വർത്തമാനം അവിടെ ചെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ തന്നെ സീത 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 എന്ന് വിചാരിച്ച് കരയാനേ ആർക്ക് നേരമുള്ളൂ? ജ്യേഷ്ഠന്. അപ്പോൾ കൊട്ടാരത്തിൽ വന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ ഈ ഭാവം കണ്ട് ഇപ്പം ഒന്ന് ശമനായിട്ടുണ്ടേ. ദുഃഖത്തിന് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ എന്തോ ഒരു നെഞ്ചത്തടി നിലവിളിയായിരുന്നു. ഇപ്പോൾ ഇത്തിരി ഒരു ശാന്തതയുണ്ട്, ഇത്തിരി യാഗം കഴിക്കുക, ഹോമം കഴിക്കുക, അങ്ങനെയുള്ള ക്രിയകൾക്കൊക്കെ താല്പര്യം. ഇനിയിപ്പോൾ ആ പഴയ വർത്തമാനം 10-12 കൊല്ലം മുമ്പ് കയ്യിൽ നിന്ന് കുറേശ്ശെ മങ്ങി തുടങ്ങിയ വർത്തമാനം ആദ്യം കുത്തിപ്പൊതിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ വിഷമം ഉണ്ടാക്കിയ, ചിന്ത ഉണ്ടാക്കി, വേവലാതി ഉണ്ടാക്കി ഒരു വിഷമം ഉണ്ടാക്കേണ്ട. ജ്യേഷ്ഠനെ എങ്ങനെ കരഞ്ഞ് കാണാൻ മോഹമില്ലാത്തതുകൊണ്ട് ശത്രുഘ്നൻ മിണ്ടിയില്ല. ഈ മന്ത്രിമാരും കൂട്ടരെ അറിഞ്ഞവരെങ്ങനെയെങ്കിലും പറഞ്ഞ് നാട് മുഴുവൻ ഇത് അറിയും. അപ്പം അവരായിട്ട് ഇത് പറഞ്ഞ് കുത്തി പൊന്തിക്കേണ്ടെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? അറിയിക്കാതെ കുട്ടിക്കൊണ്ടുവന്നാണ്. ആ കുട്ടികളാണ് വാൽമീകിയുടെ കൂടെ വന്ന് ഈ പാട്ട് പാടുന്നത് എന്ന് കണ്ടും കേട്ടും നല്ലോണം അറിവുള്ള ആളാണ് ആരൻ? ശത്രുഘ്നൻ. എന്നാൽ ശത്രുഘ്നൻ സ്വയമേവ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടപ്പോൾ ശത്രുഘ്നനും സ്വയമേവ എന്ത് പറഞ്ഞില്ല? ഇങ്ങനെ ഒരു സംഗതി പെറ്റ കാര്യം പറഞ്ഞില്ല, കുട്ടികളെ കണ്ട കാര്യം പറഞ്ഞില്ല, അവർ രാമകഥാപാട്ട് പഠിച്ച കാര്യം ഒന്നും ജ്യേഷ്ഠനോട് പറഞ്ഞില്ല. ആ കുട്ടികൾ നേരെ ഏട്ടൻ്റെ മുമ്പിൽ നീ പാട്ട് പാടുമ്പം ശത്രുഘ്നൻ മാത്രം എന്ത് ചെയ്തു? ഒന്നും ആ വിധം ഞാൻ ഇത് അറിയണ മട്ടാണെന്ന് കാണി. മറ്റവർക്കൊക്കെ കൗതുകമുണ്ട്, കാരണം മറ്റവർക്കൊന്നും ഇത് ഇതാണ് ശത്രുഘ്നൻ ഒഴിച്ചുള്ളവരെല്ലാവരും ആ കുട്ടികളെ കൗതുകത്തോടെ നോക്കി. ശത്രുഘ്നൻ നോക്കിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പിമ്പിലെ ചരിത്രം. അപ്പോഴേക്ക് എന്താണ്ടായത്? യാഗത്തിൻ്റെ പുറപ്പാടായി. ഈ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന ശത്രുഘ്നൻ യാഗത്തിലൊക്കെ പങ്കെടുത്തിരിക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്ടായെന്നാണെങ്കിൽ ആശ്ചര്യാണി. ഈ ആശ്ചര്യങ്ങളൊക്കെ പല ജാതി കണ്ടിരിക്കുമ്പോൾ ശത്രുഘ്നനൊക്കെ വന്നു. യജ്ഞം തുടങ്ങുകയായി. യജ്ഞത്തിൻ്റെ പുറപ്പാട്. ഈ യജ്ഞം തുടങ്ങിയ സമയത്ത് യജ്ഞമൊക്കെ കേമായിട്ട് ഗംഭീരമായിട്ടിരുന്നു. അങ്ങനെ യജ്ഞം കേമായിട്ടിരിക്കുന്ന സമയത്ത് യജ്ഞത്തിൽ ഭാര്യയില്ലാതെ രാജാവിന് എന്ത് പറ്റില്ല? ഭാര്യ രാജസൂയം കഴിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചതേ. അപ്പം രാജസൂയം കഴിക്കാൻ പുറപ്പെട്ട എന്താ ബുദ്ധിമുട്ട് ചോദിച്ചാൽ രാജസൂയത്തിന് എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. അപ്പം അതിലെന്ത് വരും? യുദ്ധം ഇതൊക്കെ വേണം. ഇനി രാജസൂയം വേണ്ട, അശ്വമേധാവാന്ന് അനിയന്മാരാണ് പറഞ്ഞത്. അപ്പം അനിയന്മാരുടെ വർത്തമാനം കേട്ടിട്ടാണ് രാജസൂയം മാറ്റിയിട്ട് അശ്വമേധാക്കിയത്. ആ അശ്വമേധത്തിന് കുതിരയെ പറഞ്ഞയച്ചു. കുതിരയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെ യാഗത്തിന് പുറപ്പെട്ട സമയത്ത് ഈ യാഗത്തിന് എന്തേപ്പോൾ വേണ്ടു ചോദിച്ചാൽ ഈ ഒരുക്കങ്ങളെ ഭാര്യ വേണ്ടേ കൂട്ടത്തിൽ. ഭാര്യ ഇല്ലാതെ ഭാര്യയോട് കൂടിയിട്ടേ യാഗത്തിൽ പറ്റുള്ളൂ. എന്താണ്? ഭാര്യ ഇല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രഹ്മചാരിയാണ് ഞാൻ, ഇല്ലെങ്കിൽ ഭാര്യ ഇല്ലാത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റില്ല? യാഗയജ്ഞാദികളൊന്നും ചെയ്യാൻ പറ്റില്ല. യാഗയജ്ഞാദികൾ ചെയ്യണമെങ്കിൽ കൂടെ ആര് വേണം? ഭാര്യ വേണം. അങ്ങനെ യജ്ഞശാലയിൽ ഭർത്താവിൻ്റെ കൂടെ ഒപ്പം ഇരിക്കുന്ന ആളെയാണ് എന്ത് പറയുക? ധർമ്മപത്നി എന്ന് പറയും. പത്നി എന്നുള്ള പേര് പത്നി എന്ന് പറയില്ലേ? പത്നി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? യജ്ഞശാലയിൽ ഈ യജമാനൻ്റെ കൂടെ ഒപ്പം ഇരിക്കണ ആളെന്ന്. എന്തൊരു വലിയ വാക്കാത് ഈ പത്നി എന്നൊക്കെയുള്ള വാക്ക്. അപ്പോൾ പത്നി എന്ന് നമ്മളൊരാളെ, ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? യജ്ഞശാലയിൽ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് ക്രിയ ചെയ്യണ ആളെന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്ന് പത്നി എന്നൊന്നല്ല വിളിക്കുക. വൈകുന്നേരം ആകുമ്പോൾ കള്ള് ഷാപ്പിൽ നിന്ന് വരുമ്പോൾ എന്താ വിളിക്കുക? ആ തകാരത്തിനും കൂടി പകരം നകാരം ചേർത്തിട്ടാണ് വിളിക്കുക. മൈക്കെ കൂടി പറയാൻ കൊള്ളാത്തതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ശരിയോ തെറ്റോ? നമ്മുടെ ഇടയിലുണ്ടോ വല്ല സമ്പ്രദായവും? വാക്കുകളുടെ അർത്ഥം, ശക്തി, മഹിമ, വിളിക്കുന്ന പേരിൻ്റെ ആശയശക്തി, അതിൻ്റെ ഒരു വലിയ സാംസ്കാരിക മഹത്വം ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ കുറേയൊക്കെ കുടുംബം നാടും നന്നാവും. ആ അർത്ഥം നിറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചു നോക്കും. എന്തൊരു മഹിമയല്ലേ? അതാണ് കഥ. അങ്ങനെ ഈ യജ്ഞഭഗ്നിയായിട്ട് ആരും ഇല്ലല്ലോ. അപ്പം അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടോ, എന്നാൽ രാമന് വേണമെങ്കിൽ ഈ പേരും പറഞ്ഞൊരു കല്യാണം കഴിക്കാറെന്ന് ആരും ചോദിക്കൊന്നുമില്ല. ആര് ചോദിക്കാനാണ്? അന്ന് ദശരഥൻ തന്നെ 3 എണ്ണം ഉണ്ടായിരുന്നു. ആരാ ചോദിച്ചത്? എന്നിട്ട് അവരെന്നെ ചോദിച്ചു വാങ്ങി വേണ്ടതൊക്കെ, അത് വേറെ കാര്യം. എന്നാലും നാട്ടുകാരും ചോദിക്കില്ല. എന്താ 3 എണ്ണം, എന്താ 4 എണ്ണം 5 എണ്ണം ആരും ചോദിക്കില്ല. പക്ഷെ രാമൻ എന്ത് ചെയ്തു നോക്കൂ? സീത മൈഥിലി കാഞ്ചനീ ഭവൽ. സീതയുടെ പ്രതിമ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? യാഗക്രിയയ്ക്ക്. അപ്പോഴും പറഞ്ഞതിൻ്റെ അർത്ഥം സീതയെ കാട്ടിക്ക് പറഞ്ഞയച്ചപ്പോഴും രാമൻ സീതയെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞയച്ചില്ല. അത് കാളിദാസൻ മറ്റ് പറയും. എന്താണ്ടായെന്നറിയോ? സീതയെ രാമൻ വീട്ടിൽ നിന്ന് കാട്ടിക്ക് വീട്ടിൽ നിന്ന് കാട്ടിക്ക് പറഞ്ഞയച്ചു. ഇന്ന് മനസ്സെന്ന് പറഞ്ഞയച്ചില്ല എന്ന് പറയും. വീട്ടിൽ നിന്നേ പറഞ്ഞയച്ചുള്ളൂ, മനസ്സെന്ന് പറഞ്ഞയച്ചില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ സീതമാരൊക്കെ കുടുംബത്തൊക്കെ അങ്ങനെ മുണ്ടുമുക്കിയും പാത്രം കഴുകിയൊക്കെ ഉണ്ടാവും. പക്ഷെ എവിടെ ഉണ്ടാവില്ല?
മനസ്സിലൊന്നും ഉണ്ടാവില്ല, കുടുംബത്തുണ്ടാവുകയും ചെയ്യും. വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടുത്തെ സീത കുടുംബത്തില്ല എന്നേ ഉള്ളൂ, പക്ഷേ രാമൻ്റെ ഹൃദയത്തിൽ എന്നും സീതയായിട്ട് മിന്നിത്തിളങ്ങി നിന്നായിരുന്നു. വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ആ ഹൃദയത്തിൻ്റെ ഭാവം. ഇതാണ് കഥ. അങ്ങനെ യാഗവും. അപ്പോൾ ചോദിച്ചു, എന്നിട്ട് എന്താ ഉണ്ടായത്? അയജ്ഞശാലയിലെ കഥ എന്താണ്? അയജ്ഞശാലയിൽ ഉണ്ടായ കഥയും രാമായണത്തിൻ്റെ അവസാന ഘട്ടമാണ് നമ്മളിനി പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. 2-3 സർഗം കൂടി